BDS വിദ്യാർത്ഥി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു. ഈ കുട്ടിയെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എന്നുവെച്ചാൽ കേരളത്തിലെല്ലാവർക്കും. പക്ഷേ കാര്യമില്ല, ഇവനെക്കുറിച്ച് ഇനി നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ ഒന്ന് കരയാം, അല്ലെങ്കിൽ കഷ്ടമായി പോയി എന്നൊരു വാക്ക്. അതിനപ്പുറത്തേക്ക് ഈ ലോകം മുഴുവൻ അവന് വേണ്ടി അവൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചു കൊടുത്താലും അവർക്ക് അവനോളം വരില്ല മറ്റൊന്നും. അതുകൊണ്ട് എനിക്ക് 2 വാക്ക് പറയാനുള്ളത് ഇവരോടാണ്, അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥയുള്ള ആൾക്കാരോടാണ്. പണിക്കാരായ ദമ്പതികൾക്കൊരു കുഞ്ഞിന് സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ട് കൊടുക്കുന്നതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള കാശ് കൊണ്ട് കൊടുക്കാവുന്ന സന്തോഷവും 100-ൽ 100 തികഞ്ഞ സ്നേഹവും കൊടുത്ത് അവരവനെ വളർത്തി. തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു: എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് തീരാൻ എനിക്കൊരു ജോലി വേണം, അതിനായി ഞാൻ നന്നായി പഠിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ അന്വേഷണത്തിൽ. ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പഠിക്കുക. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നത് വരെ നന്നായി പഠിച്ചു പാസ്സായാൽ ജോലി കിട്ടും എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രതീക്ഷ. പക്ഷേ അവൻ പിന്നീടാണ് അറിയുന്നത്, അഡ്മിഷൻ എടുക്കുമ്പോൾ പറയാത്ത 2-3 ക്വാളിഫിക്കേഷൻ കൂടെ വേണമെന്ന്. നമ്പർ 1, കൂലിപ്പണിക്കാരൻ്റെ കുട്ടിയാവരുത്. നമ്പർ 2, കറുത്ത നിറമുള്ള ആളാവരുത്. നമ്പർ 3, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാവരുത്. ഈ കാരണങ്ങൾ പറഞ്ഞ് താങ്ങാവുന്നതിലും അധികം ടോർച്ചറിങ് അവൻ മരിച്ചു. അല്ല, ജാതിവെറിയും വർണ്ണവെറിയും മൂത്ത് കൊന്നുകളഞ്ഞു നിങ്ങൾ. ഹേ റാം, സംഗീത, നിങ്ങൾ മാത്രമല്ല, ഇതാദ്യത്തെ അനുഭവമല്ല. എന്നെപ്പോലെ ജാതിവെറിയും വർണ്ണവെറിയും മൂത്ത കാലൻ കണ്ണുകൾ ഇവിടുത്തെ സാധാരണക്കാരനെയും കീഴ്ജാതിക്കാരനെയും അവർണ്ണനെയും നോക്കി ഇന്നും ആഗ്രഹിക്കുന്നു ആ മൺമറഞ്ഞു പോയ കാലം വീണ്ടും വരുവാൻ. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ ഇവിടുത്തെ ദരിദ്രൻ്റെ അടുക്കളയിൽ വരെ കയറി നിൻ്റെയൊക്കെ പിൻതലമുറക്കാർ അർമാദിച്ച കാലം. ഇപ്പോഴും നീയൊക്കെ ആഗ്രഹിക്കുന്നു 30 അടി 40 അടി അകലത്തിൽ നിന്നിരുന്ന ഇവനൊക്കെ വീണ്ടും അതേ 30 അടി അകലത്തിൽ പോയി നിൽക്കണമെന്ന്. ഈ റാമിൻ്റെയും സംഗീതയുടെയും ഉള്ളിലിരിപ്പുമായി ജീവിക്കുന്ന ഓരോരുത്തരും ഓർത്തു വെച്ചോളൂ, ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ കത്തുന്ന തീയായ രാജിൻ്റെ വരും തലമുറ നിൻ്റെയൊക്കെ തലയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്നൊരു കാലം വരും.